ഭരിക്കുന്ന കക്ഷികൾ ആരാണോ അവരോടൊപ്പം യോജിച്ചു പോകുക. കാരണം അത് ഭരണഘടനയുമായിട്ടുള്ളൊരു സന്ധിയുടെ ഭാഗമാണ്. ദേശീയ സർക്കാർ, കേന്ദ്ര സർക്കാർ BJP ആണ്. BJP എന്ന് പറയുന്നത് ഒരുപക്ഷെ ഹിന്ദുത്വയുടെ പൊളിറ്റിക്കൽ മുഖമാവാം, ആർക്കും സംശയമില്ല. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ മതത്തെ മാക്സിമം അവർക്ക് അനുകൂലമായി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു പോളിസി അവർ തീർച്ചയായും ചെയ്യുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഈ മണിക്കൂറുകളിലും ചെയ്യുന്നുണ്ട്, അറിയാഞ്ഞിട്ടല്ല. പക്ഷെ അത് ചർച്ച ചെയ്യുന്നതിൽ വലിയ പ്രസക്തിയില്ല. അതേസമയം അവരാണ് ഇന്ത്യയെ ഭരിക്കുന്നത്. നമ്മുടെ സർക്കാർ, ബഹുമാന്യനായ നരേന്ദ്രമോദി ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ കൂടി പ്രധാനമന്ത്രിയാണ്. അമിത്ഷാ മുസ്ലിങ്ങളുടെ കൂടി ആഭ്യന്തരമന്ത്രിയാണ്. ആ അർത്ഥത്തിൽ അവരുമായി നയപരമായി വിയോജിപ്പുണ്ടാകുമ്പോഴും കാഴ്ചപ്പാടിൽ വ്യത്യസ്തത പുലർത്തുമ്പോഴും അവരെ അംഗീകരിച്ചുകൊണ്ട് ഭരണഘടനാപരമായി മുന്നോട്ട് പോകുക എന്നുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ അവർ മുസ്ലിങ്ങൾ കാണിക്കുന്ന, മുസ്ലിം മുഖ്യധാര കാണിക്കുന്ന വളരെ മാന്യമായ കുലീനമായ ഈ മനോഭാവത്തോട് തിരിച്ചും കുലീനവും മാന്യവുമായ മനോഭാവം രാഷ്ട്രീയപരമായി തിരിച്ചു നൽകണം എന്നുള്ളതാണ് പൊതുവെ ആ വിഷയത്തിൽ പറയാനുള്ളത്. രണ്ടാമത്, വലതുപക്ഷത്തിൻ്റെ ഒരു ടെൻഡൻസി, ഞാൻ ആഗോളതലത്തിലാണോ എന്ന് ചോദിച്ചത്, മൊത്തത്തിൽ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതിലുപരി അതികഠിനമായ ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ നിന്നത് ഒരു ആഗോള കോണ്ടക്സ്റ്റിലേക്ക് പോയാൽ ഇപ്പോഴും കഠിനമായ വംശീയത, നിറത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാവും. ആ ഫാക്ടറിനെ മുൻനിർത്തി കുറേ അപരന്മാരെ ഉൽപ്പാദിപ്പിക്കുക, ഐഡിയോളജിക്കൽ അതേഴ്സിനെ ഉൽപ്പാദിപ്പിക്കുക. ഈ ഐഡിയോളജിക്കൽ അതേഴ്സിനെ നിലംപരിശാക്കുക, അവരെ മനുഷ്യന്മാർ പോലും അല്ലാതെ ചിത്രീകരിക്കുക. ഒരു ജസ്റ്റ് എക്സാമ്പിൾ, നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പോൾ സാറത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്നറിയില്ല. ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഉക്രൈനിൽ നിന്ന് അഭയാർത്ഥികൾ ഓടിപ്പോവുകയാണ്, യുദ്ധം സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. അപ്പോൾ BBC, CNN പോലെയുള്ള ആഗോള മാധ്യമങ്ങൾ, അതിൻ്റെ ന്യൂസ് ആങ്കേഴ്സ് വിളിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യം, ലോകത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ കാണുന്നില്ലേ, വെളുത്ത് ചുവന്ന മനുഷ്യരാണ് ഇട്ടേച്ചോടുന്നത് വീടും പറമ്പും. ഇത് ഇറാഖിലെ അറബികളല്ല, അഫ്ഗാനിലെ മുസ്ലിങ്ങളല്ല, ഇത് യൂറോപ്യനാണ്. അപ്പോൾ അറബികളും അഫ്ഗാനികളും ഒക്കെ കൊല്ലപ്പെടേണ്ടവരാണ്. ഗാസക്കാരും മറ്റും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നീങ്ങുക എന്നുള്ളത് പ്രകൃതി നിയമമാണ്. പക്ഷേ ഇത് വെളുത്തു ചുവന്ന യൂറോപ്യർക്ക് പറ്റാത്തതാണ് എന്ന ആ ബോധം തന്നെയാണ് ഇന്നും യൂറോപ്പിനെ നയിക്കുന്നത്, വലതുപക്ഷ യൂറോപ്പിനെ നയിക്കുന്നത്, വലതുപക്ഷ അമേരിക്കയെ, ഡൊണാൾഡ് ട്രംപിനെ നയിക്കുന്നത്, റിപ്പബ്ലിക്കൻ പാർട്ടികളെ നയിക്കുന്നത്, ഇന്ത്യയിൽ അതിൻ്റെ ഇന്ത്യൻ പതിപ്പിനെയും നയിക്കുന്നത്. പാർട്ടിയുടെ പേര് നമ്മൾ പറയണ്ട. അപ്പോൾ ആ ടെൻഡൻസി ഒരു ആഗോള ടെൻഡൻസിയാണ്. ആ ടെൻഡൻസിക്ക് എതിരാണ് ഇടത് ബോധത്തെയും വലത് ബോധത്തെയും, തീവ്ര വലതിനെയും എതിർക്കുന്നു, തീവ്ര ഇടതിനെയും എതിർക്കുന്നു. അതിൻ്റെ മോഡറേറ്ററായ ഒരു സ്റ്റാൻഡാണ് വാസ്തവത്തിൽ. ഇത് രാഹുൽ ഈശ്വറിൻ്റെ ആ സ്റ്റാൻഡല്ല, തീവ്ര വലതുമല്ല തീവ്ര ഇടതുമല്ല എന്നുള്ളൊരു പിടുത്തം കിട്ടാത്ത സ്റ്റാൻഡല്ല, കൃത്യമായ ഫ്രെയിമുള്ള ഒരു സ്റ്റാൻഡാണ് ഒരു മുസ്ലിം സ്റ്റാൻഡ്. യൂണിഫോം സിവിൽ കോഡ്, അതിനെ പൊതുവെ വിശാലമായി മുസ്ലിങ്ങൾ ഇന്ത്യയിൽ എതിർക്കുന്നുണ്ടല്ലോ, അതിൻ്റെ പുറകിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് യൂണിറ്റി വേണം. അതേപോലെ യൂണിഫോം സിവിൽ കോഡിൻ്റെ ഒരു വിഷയം യൂണിഫോമിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ ടാർഗറ്റ് ചെയ്യപ്പെടുക. ഈ കൾച്ചറൽ മൈനോറിറ്റീസ്, ഒന്നാം ഘട്ടത്തിൽ മുസ്ലിങ്ങളായിരിക്കാം, രണ്ടാം ഘട്ടത്തിൽ അജണ്ടകളുണ്ട്, ക്രിസ്ത്യൻസ് വരും, ക്രിസ്ത്യൻസ് അത് ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും മറ്റു കൾച്ചറൽ മൈനോറിറ്റീസ് വരും. ഇങ്ങനെ കൾച്ചറൽ മൈനോറിറ്റീസിൻ്റെ സവിശേഷ വകുപ്പുകളൊക്കെ എടുത്തു കളഞ്ഞ് എല്ലാവരും ഒരുപോലെ എന്ന് പറയുക വഴി വാസ്തവത്തിൽ ഇവിടെ ആരാണ് ഈ പൊതുവായ ചടങ്ങുകളെ ഡിഫൈൻ ചെയ്യുന്നത്? ചിലത് മതത്തിൻ്റെതാണ്, ചിലത് പൊതുവാണ്. ഞാൻ ഡെഫിനിറ്റീവ് നിന്ന് മാക്സിമം കുതറിമാറുന്നു എന്ന് കുതറിമാറുക തന്നെയാണ്, അല്ലാതെ പക്ഷെ എന്നാലും അതിൻ്റെ ഒരു തലം നമുക്ക് ഇങ്ങനെയും മനസ്സിലാക്കാമല്ലോ. ഈ പറയുന്നത് പോലെ യൂണിഫോം സിവിൽ കോഡ് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പൊതു കോഡുണ്ടാക്കുക എന്നുള്ളതാണല്ലോ. ആരാണ് ഈ പൊതുവിനെ നിർവചിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വളരെ വിനീതമായ ചോദ്യം. ഇത് ഇസ്ലാമിക് സിസ്റ്റം, ഇത് ക്രിസ്ത്യൻ സിസ്റ്റം, ഇത് പാഴ്സി സിസ്റ്റം, ഇത് ആദിവാസി സിസ്റ്റം, ഇത് പൊതു സിസ്റ്റം. ഈ പൊതു സിസ്റ്റത്തെ ആരാണ്, ഒരു ഉദാഹരണം എടുത്ത് പറഞ്ഞാൽ നിക്കാഹ് മുസ്ലിം സിസ്റ്റം, മോതിരമടലോ സംതിങ് ക്രിസ്ത്യൻ സിസ്റ്റം, താലികെട്ടൽ പൊതു സിസ്റ്റം. ആരാണ് തീരുമാനിച്ചത്? ഇങ്ങനെ ഈ പൊതു എന്ന് നമ്മൾ പറയുന്നിടത്തൊക്കെ ആ വിഷയമുണ്ട്. ഈ പെരുന്നാൾ മുസ്ലിം, ക്രിസ്മസ് ഇത് ക്രിസ്ത്യൻ, അതേസമയം എക്സാമ്പിൾ ഏതോ ഒന്ന്
അത് പൊതു. അപ്പോൾ ഈ ഒരിക്കലും നമുക്ക് ഒരു വ്യത്യസ്ത ചിന്താഗതികൾ ഉള്ള ആളുകൾ ജീവിക്കുന്ന ഒരു നാട്ടിൽ എല്ലാത്തിനും കൂടി ഒരു പൊതു സാധ്യമല്ല. യൂണിഫോം സിവിൽ കോഡിൻ്റെ ഒരു ഫിലോസഫീനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്, അതിൻ്റെ വകുപ്പുകളല്ല. അപ്പോൾ പിന്നെ അവിടെ പ്രായോഗികമായൊരു കാര്യം, ഈ പറയുന്നത് പോലെ മൈനോറിറ്റീസിൻ്റെ ഓരോ സെക്ഷൻ്റെയും, മെജോറിറ്റി ആവട്ടെ മൈനോറിറ്റി ആവട്ടെ, അവരുടെ വിശ്വാസങ്ങളെ മാക്സിമം വിശ്വാസങ്ങളായി നിർത്തിക്കൊണ്ട് തന്നെ ഒരു പൊതുവായ പ്ലാറ്റ്ഫോം ഉണ്ടാക്കലല്ലേ? അല്ല, തീർച്ചയായിട്ടും അതാണ് നല്ലത്. പക്ഷേ അവർ യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പറയുമ്പോൾ അതിൽ പൊതുവെ ഈ രണ്ട് കാര്യങ്ങളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അവിടെ നിൽക്കട്ടെ. ഈ ഇൻഹെറിറ്റൻസ് യൂണിഫോം സിവിൽ കോഡിൻ്റെ ഭാഗമായി വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം ഇൻഹെറിറ്റൻസിനെ പറ്റി വിവാഹം, വിവാഹമോചനം, അനന്തരദായക്രമം, ഇത് മൂന്നുമാണ് കാര്യമായി വരുന്നത്. അപ്പോൾ അതിൽ പൊതുവെ ഇസ്ലാമികമായിട്ടുള്ള ഇൻഹെറിറ്റൻസ് ലോസ് കുറച്ച് വ്യത്യാസമാണ് പൊതുവെ എന്നുള്ളത്. അത് പൊതുവെ മറ്റ് സമൂഹങ്ങൾക്ക് മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് അവിടെ തോന്നുന്നത്, ഒന്ന്, ഒരു മതവിശ്വാസികൾ എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നത് ഒരു ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ എല്ലാവരും അറിയണം എന്നൊന്നുമില്ല. കോടതിക്ക് അറിയണം, രാഷ്ട്രീയ നേതൃത്വത്തിന് അറിയണം, ഭരണകർത്താക്കൾക്കൊക്കെ അറിയണം. അവർ അത് പഠിക്കാൻ ശ്രമിക്കുകയും വേണം, കാരണം അവരുടെ പൗരന്മാരുടെ സിസ്റ്റമാണിത്. രണ്ടാമത്തെ കാര്യം, അവിടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ ഈ ചെറി പിക്കിംഗ് എന്നൊക്കെ പറയുന്ന ഒരു വിഷയത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ, ഇസ്ലാമിൽ ഇപ്പോൾ അനന്തര സ്വത്ത്, വിവാഹമോചനം എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിൻ്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടൊരു കൺസെപ്റ്റാണ്. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ ഒരു ഫ്രെയിമിൽ വെച്ച് വേണം ഇത് മുഴുവനും വിശകലനം ചെയ്യാൻ. അപ്പോൾ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഒരു കുടുംബ സിസ്റ്റം രൂപം കൊള്ളുന്നത്? അത് പരസ്പരമുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കടമയാണ്, കടപ്പാടാണ്, പരസ്പരമുള്ള കർത്തവ്യബോധങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു തലമാണ് ഈ പറയുന്ന അനന്തര സ്വത്ത് വീതം വെക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ പുരുഷന്മാർക്ക് ഇസ്ലാമിൽ ഖിവാമ എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സമൂഹത്തിൻ്റെ വലിയൊരു തെറ്റിദ്ധാരണ അവിടെ ഒരു പാട്രിയാർക്കി പുരുഷ മേധാവിത്വം ഉണ്ട് എന്നുള്ളതാണ്. മേധാവിത്വം എന്നുള്ള വാക്ക് നമ്മളവിടെ ഒഴിവാക്കിയാലും ഇസ്ലാമിൽ ഒരു കാഴ്ചപ്പാട്, ഒരു ഫാമിലി ജീവിച്ചു പോകുമ്പോൾ ലളിതമായി പറഞ്ഞാൽ 2 മക്കളും ഒരു ഭാര്യയും ഒരു ഭർത്താവും ഉള്ളൊരു ഫാമിലി ആണെങ്കിൽ, ഒരു സിംഗിൾ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ യൂണിറ്റ്, അതിൽ മക്കളുടെയും കുടുംബത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഭർത്താവിനാണ്, പുരുഷനാണ് എന്നുള്ളതാണ്. ഭാര്യയുടെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയുണ്ട്, ഭർത്താവിൻ്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ലെങ്കിലും മക്കൾക്ക് രോഗമായാൽ നിർബന്ധ ബാധ്യത ഭർത്താവിനാണ്. ഭാര്യയ്ക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, ഭാര്യയോട് ഇസ്ലാമിക സിസ്റ്റത്തിൽ ചോദ്യമില്ല, ഭർത്താവിനോടാണ് ചോദ്യം. അതിൻ്റെ ഒരു അറബി വേർഡാണ് വാസ്തവത്തിൽ ഖിവാമ എന്ന് പറയുന്നത്. അത് റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലാതെ പ്രിവിലേജ് അല്ല എന്നൊക്കെ പറയാം. അപ്പോൾ ആ ഒരു തല ഉള്ളത് കൊണ്ട് തന്നെ നേരെ ചൊവ്വേ ഈ അനന്തര സ്വത്തിൻ്റെ വകുപ്പുകൾ നമ്മൾ പരിശോധിച്ചാൽ സ്ത്രീകൾക്ക് പുരുഷൻ്റെ പകുതിയേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു വകുപ്പ് നമുക്ക് കാണാം. അത് ഈ അനന്തര സ്വത്തിൻ്റെ അവിടെ മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ കുടുംബജീവിതത്തിൻ്റെ ഫസ്റ്റ് പ്രൈമറി ഘട്ടം മുതലേ വിശകലനം ചെയ്യണമെന്ന് പറയുന്നത്. ഇനി അവിടെ ഒരു തെറ്റിദ്ധാരണ കൂടി നമുക്ക് നീക്കാം. മൊത്തം നമ്മൾ ഇസ്ലാമിൽ സ്ത്രീയും പുരുഷനും അനന്തര സ്വത്ത് എടുക്കുന്ന പരസ്പരം 2 അറ്റങ്ങളിൽ വരുന്ന കോണ്ടക്സ്റ്റുകൾ പരിശോധിച്ചാൽ 34 കോണ്ടക്സ്റ്റുകളുണ്ട്. ഒരു കോണ്ടക്സ്റ്റ് മാത്രമല്ല. കാരണം സഹോദരൻ, അതേപോലെ ഭാര്യ ഭർത്താവ്, ഉപ്പ ഉമ്മ, മാതാവ് പിതാവ്, പിതാമഹൻ പിതാമഹി, സഹോദരൻ സഹോദരി, ഇത് മുഴുവനും നമ്മൾ പരിശോധനയിൽ 34 കോണ്ടക്സ്റ്റിൽ ചിലപ്പോൾ ഏതെങ്കിലും അക്കങ്ങൾ ചെറിയ മാറ്റം ഉണ്ടായേക്കാം. 34 കോണ്ടക്സ്റ്റിൽ 5 കോണ്ടക്സ്റ്റിലാണ് സ്ത്രീക്ക് പുരുഷൻ്റെ പകുതി കിട്ടുന്നത്. 11 കോണ്ടക്സ്റ്റിൽ തുല്യമാണ്. 14 കോണ്ടക്സ്റ്റിൽ പുരുഷന് കുറവും സ്ത്രീക്ക് കൂടുതലുമാണ്. ബാക്കി കോണ്ടക്സ്റ്റുകളിൽ പുരുഷന് കിട്ടുന്നില്ല, സ്ത്രീക്കേ കിട്ടുന്നുള്ളൂ. ഇത് വീഡിയോയിൽ വരുമല്ലോ തീർച്ചയായും. അപ്പോൾ ഞാനിത് ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പറയുന്നത്. ഈ ഇത്തരം മൊത്തം കോണ്ടക്സ്റ്റുകൾ പരിശോധിച്ചാൽ ലിർദക്കരി മിഥുൽ ഹദ്ദിൽ ഉൻസയൈൻ എന്നാണ് ഖുർആൻ്റെ ഒരു വചനം. പുരുഷന് 2 സ്ത്രീയുടെ തോത് ഒരു പുരുഷനുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഒരു ബേസിക് ലോ ആണത്, അടിസ്ഥാനപരമായ നിയമം അതാണ്. പക്ഷെ അതിനെ നമ്മൾ അതിൻ്റെ ഉപവകുപ്പുകളിലേക്ക് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ സഹോദരനും സഹോദരിയും മാത്രമാകുമ്പോൾ അങ്ങനെയാണ്.
മകനും മകളും മാത്രമാകുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അതേസമയം മറ്റു ആളുകളും കൂടി ചേർന്ന് വന്നിട്ട് പരസ്പരമുള്ള മൊത്തം കിട്ടുന്നതും കിട്ടാത്തതും ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ 5 ഇടങ്ങളിൽ പുരുഷന് ഇരട്ടി, സ്ത്രീക്ക് പകുതി, 11 ഇടങ്ങളിൽ ബറാബർ തുല്യം, 14 ഇടങ്ങളിൽ സ്ത്രീക്ക് കൂടുതൽ കിട്ടുന്നു, പുരുഷന് കുറയുന്നു, ബാക്കി ഇടങ്ങളിൽ സ്ത്രീക്ക് കിട്ടുന്നുള്ളൂ, പുരുഷന് കിട്ടുന്നില്ല. ഈ ചർച്ച മുഴുവനും ചെയ്യണം നമ്മൾ. ഏക സിവിൽ കോഡിൻ്റെ ചർച്ചയിൽ ഇതൊന്നും പ്രസക്തമല്ലെന്നറിയാം. അതേസമയം ഇസ്ലാമിൽ സ്ത്രീക്ക് പുരുഷൻ്റെ പകുതിയെ കിട്ടുന്നുള്ളൂ അനന്തര സ്വത്ത് വീതം വെക്കുമ്പോൾ, ദായക്രമം ചെയ്യുമ്പോൾ എന്ന ഒരു ആരോപണം മണ്ണറിയാതെ നടത്തുക എന്നുള്ളതാണ് വിമർശകരുടെ ഒരു പതിവ്. പക്ഷെ അതിൻ്റെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ കർമ്മശാസ്ത്രത്തിൽ അതിൻ്റെ വകുപ്പുകൾ ഇങ്ങനെ വിശാലമായി പോവുകയാണ്. പക്ഷേ ഈ ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയയിലും ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു ആക്ടർ ഭാര്യയായിട്ട് ഡിവോഴ്സ് ചെയ്യുകയും 3 പെൺകുട്ടികളുള്ള ആൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം അതൊരു അങ്ങനെയുള്ള അത് എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നതെന്ന് വിചാരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായിട്ടല്ല, ഒരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല. ഈ ടെൻഡൻസി കാണിക്കുന്നവർക്ക് മൊത്തത്തിൽ ഇസ്ലാമിക സിസ്റ്റത്തോടൊരു ചടപ്പുണ്ടാവും പല കാരണങ്ങളാൽ. അപ്പോൾ അതിനൊരു ഹേതു അവരുടെ ഫാമിലിയിലേക്ക് ഈ വിഷയമാണ് വന്നത്, അപ്പോൾ അതെടുത്ത് ഉദ്ധരിക്കുന്നു. മറ്റു ചിലർ അവരുടെ ഒരു സിസ്റ്റത്തിലേക്ക് ലൈഫിലേക്ക് വന്നത് വേറൊരു ആസ്പെക്റ്റ് ആയിരിക്കും, അത് ഉദ്ധരിക്കുന്നു. അങ്ങനെ കിട്ടിയൊരു കാരണം എടുത്ത് പറയുന്നു എന്ന് മാത്രമായിരിക്കും. അദ്ദേഹത്തിനും തന്നെ ഒരുപക്ഷെ ഈ പറയുന്ന ഇതിൻ്റെ എല്ലാ വകുപ്പുകളും അറിയണമെന്നൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ ആ വ്യക്തിയെയും കുടുംബത്തെയും കുറിച്ച് എനിക്കറിയില്ല.